നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്കെതിരായ അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 21 മാറ്റി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസാണ് മാറ്റിയത്. വക്കീൽ മുഖേന സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ചില ആവശ്യങ്ങൾ ഇപ്രകാരമാണ്. താൻ ബംഗളൂരുവിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുണ്ട്. അപകീർത്തികരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അക്കാര്യം ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്നും സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കേസ് 21 പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് വിജു എബ്രഹാം വ്യക്തമാക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി വിജേഷ് പിള്ള മുഖേന MV ഗോവിന്ദൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം. സ്വാധീനിക്കാൻ ശ്രമിക്കുക മാത്രമല്ല 30 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നും സ്വപ്ന ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് MV ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ അപകീർത്തി കേസ് നൽകി. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലേക്ക് മാറ്റണമെന്ന സ്വപ്നയുടെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ പുറകെ പോകാനാകില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിലെ ജോലി നേടിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് കോടതിയിൽ ഈയിടയ്ക്കാണ് ഹാജരായത്. കോടതി അവധിയായിരുന്നെങ്കിലും കേസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹർജി സമർപ്പിച്ചിരുന്നു. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ഹർജി പരിഗണിച്ചത്. സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് ആരോപിച്ച് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു സ്വപ്ന ഹാജരായത്. കേസിൽ സ്വപ്ന സുരേഷ് 1ാം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻ ദാസ് 2ാം പ്രതിയുമാണ്. കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. അതേസമയം ഈ കേസിൽ ഹാജരാകാൻ സ്വപ്ന സുരേഷ് എത്തിയപ്പോൾ ചില ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് മുന്നോട്ട് വെച്ചിരുന്നു. മാസപ്പടി കേസിനേക്കാളും വലുതാണ് സ്പ്രിംഗ്ലർ ഇടപാടെന്നായിരുന്നു സ്വപ്ന സുരേഷ് ആരോപിച്ചത്. വിദേശ കമ്പനികൾക്ക് വിറ്റത് മനുഷ്യരുടെ ആരോഗ്യ വിവരങ്ങളാണ്. അത് രാജ്യത്തിന് വളരെ ദോഷമാണ്. എല്ലാവരും മറന്ന സാഹചര്യത്തിലാണ് സ്പ്രിംഗ്ലർ ഇടപാടിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ്. കേസ് തെളിയണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. സ്പ്രിംഗ്ലർ കേസിൽ നിന്ന് ആർക്കും ഒഴിവാകാൻ കഴിയില്ല. മുഖ്യമന്ത്രി മകൾ വീണ വിജയനും അവരുടെ താൽപര്യങ്ങൾക്കായി ഉപയോഗിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം പുറത്തു വരണം. സ്പ്രിംഗ്ലർ ഇടപാടിലെ രേഖകൾ കൈവശമുണ്ട്. അതെല്ലാം അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കും. ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. സ്പ്രിംഗ്ലർ ഇടപാടിൽ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിന്റെ ലംഘനം വരെ നടന്നിട്ടുണ്ടെന്നും സ്വപ്നയുടെ വക്കീൽ തുറന്നടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.